ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. സോ ഇപ്പോൾ രാവിലെ ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. നമ്മൾ മാറാടി വരെയാണ് പോകാൻ പോകുന്നത്. ജസ്റ്റ് ഇതൊരു ടെമ്പിൾ വിസിറ്റാണ് ശരിക്കും, പക്ഷേ നമ്മളൊരു ഔട്ടിംഗ് വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി വരാം. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി വണ്ടി കയറി യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഫുഡൊന്നും കഴിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പിൾ വിസിറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കഴിക്കുന്നത്. ഞാനും അർജുനും അച്ഛയും അമ്മയാണ് ഇപ്പം മാറാടിക്കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓർമ്മയിലൊന്നും മാറാടിക്കാവിൽ പോയതായിട്ടൊന്നും ഇല്ല ആക്ച്വലി. സോ ഐ ആം സോ എക്സൈറ്റഡ്. ആക്ച്വലി പിറവത്തുനിന്ന് ഇവിടം വരെ ഏകദേശം ഒരു 30 to 45 മിനിറ്റ്സ് യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ മാറാടിക്കാവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലിറ്ററലി മാറാടിക്കാവ് ഒരു ദേവീ ക്ഷേത്രമാണ്. അമ്മയൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ടെമ്പിളാണ് മാറാടിക്കാവ്. എൻ്റെ അമ്മ വീട് മാറാടിയിലാണ്. അമ്മയുടെ ട്വിൻ സിസ്റ്ററായ ഷീജാമ്മ, അതുപോലെ പിന്നെ റിച്ചി ചാച്ചൻ, അപ്പുചേട്ടായി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തമ്പിമാമനും നിഷമാമിയും വന്നു. പിന്നെ ലേറ്റർ ഓൺ നമ്മുടെ കൂടെ ആദർശം ജോയിൻ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ടെമ്പിൾ വിസിറ്റ് ആയിട്ടല്ല, ബേസിക്കലി ഒരു ഔട്ടിംഗ് വ്ളോഗായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും വഴിപാടുകളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക്, അതായത് ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് അപ്പുചേട്ടായുടെയും റിച്ചാസിൻ്റെ ഒക്കെ കൂടെ കയറണമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. അതേപോലെ തന്നെ ചെയ്തു. ഷീജാമയും അവരുടെ കൂടെ വണ്ടിയിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ അവർ മൂന്നുപേരെ നമ്മൾ നൈസായിട്ട് ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് കയറി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മൂവാറ്റുപുഴ എത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്, ശ്രീ അക്ഷയം വെജ് കിച്ചൺ. ടൈം ഏകദേശം ഒരു 10-11 മണി ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. സോ മൂവാറ്റുപുഴയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വെജ് റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ നല്ല വെൽ മാനേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണ് മൊത്തത്തിൽ. ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഇവിടുത്തെ മസാല ദോശയാണ്. ഞങ്ങളെപ്പം മൂവാറ്റുപുഴ വന്നാലും മസാല ദോശ കഴിക്കാണ്ട് പോവാറില്ല. അതുപോലെ ഇത്തവണയും മസാല ദോശ കഴിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. ചെറിയൊരു കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മസാല ദോശ ഇതാ വന്നിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് മസാല ദോശയ്ക്ക്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് മസ്റ്റ് ട്രൈ ആണ്. സാധാരണ മസാല ദോശ കുറച്ച് കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും, പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മൾ തീരുന്നത് നമ്മൾ അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ നെക്സ്റ്റ് ടൈം മൂവാറ്റുപുഴ വരുമ്പോൾ ഈ ഹോട്ടൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ക്രിസ്പി ആയിട്ടുള്ള വടയുടെ കാര്യം, എൻ്റെ പൊന്നെ, അതും അടിപൊളിയാണ്. സോ അങ്ങനെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ശ്രീ അക്ഷയം വെജ് കിച്ചണിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാൻ പറ്റുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. സോ ഒത്തിരി സന്തോഷം. പോകുന്ന വഴിക്ക് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് ഒരു ഗോലി സോഡയും കൂടെ മേടിച്ച് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ദർ ഇസ് നത്തിങ് ലൈക്ക് സ്പെൻഡിങ് എ ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി. സോ ദാറ്റ്സ് എ റാപ്പ് ഓൺ അവർ അമേസിംഗ് ഡേ ഔട്ട്. ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദ സ്പെഷ്യൽ ഡേ. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു ഔട്ടിംഗ് വ്ളോഗും ഇതവിടെ എൻഡ് ചെയ്യാണ്. സോ അൺടിൽ വി ഓൾ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് മീ അശ്വിൻ സൈജു സൈനിങ് ഓഫ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ബൈ.